ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. LDFും UDFും വർഗീയത പറഞ്ഞ് വികസനം തടയുന്നുവെന്ന് ശിവസേന കേന്ദ്രത്തിലും കേരളത്തിലും NDA മുന്നണിക്കൊപ്പം തന്നെയാണെന്ന് ഹരികുമാർ പറഞ്ഞു. കേരളത്തിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ LDFും UDFും മാറി മാറി ഭരിച്ച ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അത് വളരെയേറെ കാലം സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹവും അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ PV അൻവറുമെല്ലാം MLA ആയിരുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് വികസനം ഈ മണ്ഡലത്തിലേക്ക് ഇത്രയും കാലമായി എത്തിച്ചേരുന്നതിൽ അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ഇടത് വലത് മുന്നണികൾ തികഞ്ഞ പരാജയമായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി വിഭാവന ചെയ്യുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം NDA മുന്നണി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികൾ അവരുടെ വിഭജനത്തിന്റെ രാഷ്ട്രീയം സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായിരുന്നാലും ജമാഅത്തെ ഇസ്ലാമിയും PDPയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുമായെല്ലാം ചേർന്ന് പരസ്യമായ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് ഒരു വർഗീയ അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ തികഞ്ഞ മതേതര സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത് ഈ നിലമ്പൂരിൽ NDA ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, BJP NDA എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഇദ്ദേഹത്തെ മോഹൻ ജോർജിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാട്ടിയിട്ടുള്ളത് NDA ആണ്. അപ്പൊ NDA ആണ് ഈ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നതിൽ ഏറ്റവും ജനാധിപത്യ മതേതര മുന്നണി NDA ആണെന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ശിവസേന ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്ന് നേരത്തെ MP ആയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം ഇവിടെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിലല്ല പലപ്പോഴും അഭിപ്രായ പ്രകടനം നടത്തുന്നത്. NDAയുടെ വികസന മുദ്രാവാക്യം അട്ടിമറിക്കാൻ LDFും UDFും വർഗീയതയോടെ കൂട്ടുപിടിക്കുകയാണെന്ന് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ പറഞ്ഞു. മണ്ഡലത്തിൽ വിഭജന രാഷ്ട്രീയം കൊണ്ടുവന്ന വികസന അജണ്ടയ്ക്ക് നരേന്ദ്രമോദി തടയിടുകയാണ്. ഇവർ കഴിഞ്ഞ വർഷക്കാലം 11 മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് NDAയുടെ പ്രചരണം. ജമാഅത്തെ ഇസ്ലാമിയുമായും PDP, വെൽഫെയർ പാർട്ടി എന്നിവരുമായി കൂട്ടുകെട്ടുണ്ടാക്കി അവരുടെ വർഗീയ നിലപാട് പരസ്യമാക്കിയിരിക്കുകയാണ്. നിലമ്പൂരിൽ മത്സരിക്കുന്ന മുന്നണി NDA മാത്രമാണെന്നും ഹരികുമാർ പറഞ്ഞു. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കൈകടത്താൻ ശ്രമിച്ച പാകിസ്ഥാനും മറുപടി കൊടുത്ത സൈന്യത്തെയും ഭാരതത്തിന്റെ ഭരണാധികാരികളെയും ചോദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണോ എന്ന് ഹരികുമാർ ചോദിച്ചു. നിലമ്പൂരിൽ ശിവസേന മത്സര രംഗത്ത് ഉണ്ടെന്ന് ചില വ്യാജന്മാർ പ്രചരണം നടത്തുകയാണ്. ശിവസേന കേന്ദ്രത്തിലും കേരളത്തിലും NDA മുന്നണിക്കൊപ്പം തന്നെയാണ് ഹരികുമാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ശിവസേന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രാജേഷ് കാടാമ്പുഴ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷാജി മോൻ അമ്പലം, സുരേഷ് മണ്ണാർക്കാട്, ബാബുരാജ് കുന്നമംഗലം, വിജേന്ദ്രകുമാർ, സുരേഷ് വണ്ടൂർ, TD സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara. ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും
നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.